നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത്? ഷാപ്പിലേക്ക്. അതെ, ഷാപ്പിലെ രുചി അറിയാൻ. ഇതാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ദ ഷാപ്പ് റെസ്റ്റോറൻറ്റ്, കോഴിക്കോട് ഗോകുലം മോൾ. അകത്തോട്ട് കയറുമ്പോൾ തന്നെ കാണാൻ കഴിയും നല്ല അടിപൊളി പഴയകാല വൈബിലാണ് ഇവരുടെ അറേഞ്ച്മെന്റ്സ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പ്രസന്റേഷന്റെ കാര്യം പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരാവശ്യവുമില്ല, അത് നിങ്ങൾക്ക് വഴിയേ അറിയാൻ പറ്റും. ആദ്യം ഓർഡർ ചെയ്തത് ഒരു സാദാ സുലൈമാനിയായിരുന്നു. പക്ഷേ അത് കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് സാധാ അല്ല, കിടുക്കാച്ചി ഐറ്റം ആയിരുന്നു എന്ന്. അതിന്റെ പ്രസന്റേഷൻ പിന്നെ പറയേണ്ട യാതൊരു ആവശ്യമില്ല, അത് നിങ്ങൾക്ക് തന്നെ കാണാം. കാത്തിരുന്ന് ദേ വന്നടാ നല്ല അഡാറൈറ്റമായ ചൂണ്ടക്കാരൻ കൊഞ്ച്. പേര് പോലെ തന്നെ ചൂണ്ടയിൽ തൂങ്ങിയാടുന്ന ഈ കൊഞ്ച് കാണാൻ മാത്രമല്ല അതിന്റെ സോസും സലാഡും ഒക്കെ കൂട്ടി കഴിച്ചാൽ ഉണ്ടല്ലോ എന്റെ സാറേ അടിപൊളി. ഇവിടുത്തെ മറ്റൊരു നല്ല കോമ്പിനേഷനാണ് നല്ല തിക്ക് താറാവ് ഗ്രേവിയും പൊറോട്ടയും. ഇപ്പോൾ നിങ്ങൾ കണ്ടത് പൂരത്തിന് തകില് കൊട്ടുന്നതല്ല, പക്ഷേ ഇവിടുത്തെ നല്ല ഒരു സൂപ്പർ ഐറ്റമായ ഗ്രേപ്സും ടെൻഡർ കോക്കനട്ടും ചേർന്ന ഒരു ജ്യൂസാണ്. ഓർമ്മ കൂടുതൽ കൊണ്ട് ഈ ഒരു ഐറ്റത്തിൻ്റെ പേര് മറന്നു പോയെങ്കിലും ഇത് ഒരിക്കൽ കഴിച്ച് അതിൻ്റെ രുചി കൊണ്ട് എപ്പോൾ ചെന്നാലും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വെച്ച് ഞങ്ങൾ സാധനം ഓർഡർ ആക്കുന്നതാണ്. ഇത്രയും നേരം പ്ലേറ്റിൽ തിന്നില്ലേ, ഇനി നമുക്കൊരു വെറൈറ്റി പിടിച്ച് കുറച്ച് ഇലയിലായാലും ഇനി മുന്നോട്ടുള്ളത്. ഇപ്പോൾ ഈ സ്റ്റൈലിൽ ഇല തുറന്നു വരുന്ന ഐറ്റമാണ് ഇവിടുത്തെ വൺ ഓഫ് ദ സ്പെഷ്യൽ മീൻ പൊള്ളിച്ചത്. ഈ മുറിച്ച് തരുന്ന നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി മീൻ കാണുമ്പോൾ തന്നെ നമ്മുടെ വായിൽ കപ്പലോടാനുള്ള വെള്ളം വരും. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള മീനാണ് അവരിത് ചെയ്തു തരുന്നത്. പൊതിഞ്ഞ മീനിന് ശേഷം നമ്മൾ അവതരിപ്പിക്കുന്ന അടുത്ത ഐറ്റം ആണ് മീൻ തവ ഫ്രൈ. ലേ മീൻ, അയ്യോ എന്നെ പൊള്ളിക്കല്ലേ, അയ്യോ എന്നെ പൊള്ളിക്കല്ലേ. മീനെ, നീ പറയുന്നത് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നിന്നെ കഴിക്കുമ്പോഴുള്ള രുചി ആലോചിക്കുമ്പോൾ ഞങ്ങൾ കേൾക്കാത്ത ഭാവത്തിൽ ഇരിക്കുകയാണ്. ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല, ഇനിയുള്ളതെല്ലാം നിങ്ങൾ നേരിട്ട് പോയി എക്സ്പ്ലോർ ചെയ്യുക.